ഗായ്സ്, എന്താണ് പരിപാടി? ഇന്ന് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വലിയ വ്ളോഗൊന്നുമല്ല. പിള്ളേരെല്ലാം ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിള്ളേരെല്ലാം ഇന്ന് തിരിച്ചു പോകുന്നതാണ്. ഇന്ന് ഏടിയ എന്താന്നില്ലാത്തൊരു കറക്കത്തിന് വേണ്ടി നമ്മളും പോകുന്നതാണ് ഗൈസ്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാം ഗൈസ്. നമ്മൾ ഓട്ടോ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്ര ആൾക്കാരെ കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് കലമ്പുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ കന്നഡ പറയുന്നില്ല, നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളിങ്ങനെ മനസ്സിലാവാത്ത ആൾക്കാരെ പോലെ നിൽക്കണം. മനസ്സിലാവുന്നും കൂടി തോന്നിക്കാൻ അവർ നാലധികം പറയും. നമ്മളറിയാത്ത പോലെ അണ്ണാ അണ്ണാ കൊണ്ടാക്കണ്ണ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യത്തിൽ നഹദിയിലേക്ക് പോയതാണ്. ആടാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക് ഗൈസ്. നഹദി മന്തിയിൽ ഒടുക്കത്തെ തിരക്ക്. നമ്മള് സൗദി ഷവായിൽ വരുമ്പോൾ ഇറങ്ങാൻ നിന്നതാണ്. എന്നിട്ട് ഇറങ്ങാണ്ട് വന്നേ. ഇപ്പൊ ഇവിടുന്ന് നമ്മള് സൗദി ഷവായിലേക്ക് നടക്കുന്ന ഊബറാണെങ്കിൽ ആരും എടുക്കുന്നുമില്ല. ക്രിസ്മസ് അല്ലേ, അതായിരിക്കും. ഇപ്പൊ ഇവിടുന്ന് സൗദി ഷവായ വരെ നടക്കാം ഗൈസ്. ഹായ് ഗൈസ് പറഞ്ഞ നടന്ന് പോയേ. എന്നിട്ട് നമ്മളിപ്പോ എങ്ങോട്ട് പോന്നേ? എവിടെ പോന്നേ? അതാ പോന്നാ എല്ലെണ്ണോ തുള്ളിക്കൊണ്ട്. എനിക്ക് സ്പീഡിൽ നടക്കാൻ കഴിയുന്നില്ല കൈസ്, ഇവനെയും തട്ടിയിട്ട്. അയ്യോ, ഞാനും ദീപേച്ചും കിങ്ങും കുത്തനൊരു നടത്തം നടന്നു കൈസ്. പകുതി എത്തപ്പോൾ അമ്മൂന് ഓട്ടോ കിട്ടി. അങ്ങനെ പിള്ളേരെ നമ്മളവിടെ കയറ്റി വെച്ച് ഏടാ സൗദി ഷവാന്റെ മുന്നിലെത്തുമ്പോൾ കൈസ് ഓട്ടോ കിട്ടുന്നത്. പിന്നെ ആടുന്ന ഒരു 2 സ്റ്റെപ്പേ നടക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് നടന്ന്. മന്തി പ്രാന്തമാർക്കൊന്നും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം വല്ല ദഹിക്കണം എന്നില്ല. കാരണം എനിക്ക് മന്തി മടുത്ത് കൈസ്. ഇതിങ്ങനെ ഡെയിലി തിന്നുമ്പോലെ വലിയ സുഖമില്ല. ചിലപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കും ഡെയിലി തിന്നാൻ വേണ്ടി. പക്ഷെ എനിക്ക് വലിയ രസമില്ല. കുറേ ദിവസമായി അടുപ്പിച്ചിട്ട് ഈ മന്തി തന്നെ തിന്നുന്നു. മടുത്ത് കൈസ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇനി ഒരു 5 ദിവസത്തേക്ക് അങ്ങോട്ടേക്ക് മന്തി തിന്നുന്നില്ലെങ്കിൽ 6ാം ദിവസം എനിക്ക് ക്രേവിങ്സ് വരും മന്തി തിന്നാൻ. അതെല്ലാം അത്രേ ഉള്ളൂ. ഇവിടെ ബാംഗ്ലൂരിൽ നഹദി മന്തി പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് നമ്മളല്ല, ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു പ്ലാനും ഇല്ലാണ്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് മന്തി വരുന്ന ടൈം കൊണ്ട് നമ്മൾ പ്ലാൻ ആക്കി. എന്നാ പിന്നെ ഇനി നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാന്ന്. കാരണം പിള്ളേർക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. അതും പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ പ്ലേറ്റും വന്ന് മന്തിയും വന്ന്. ഈ ഇവിടുത്തെ മന്തിന്റെ ഒപ്പം കിട്ടുന്ന ഈ ഒരു സാലഡ് ഉണ്ടല്ലോ, സാലഡോ അത് നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഓട്ടോ ബുക്ക് ചെയ്ത്. ആള് കാണാൻ കുറച്ച് ടെറർ കലിപ്പനാണ് കേട്ടോ. നല്ല കലമ്പോളെന്ന് വിചാരിച്ചില്ലെങ്കിലും ലോല മനസ്സായിരുന്നു ഗൈസ്. നമ്മളൊരു വാക്ക് പോലും പറഞ്ഞില്ല. നിങ്ങൾ ഇത്രയും ആൾക്കാരാണ് ഒരു ഓട്ടോയിൽ കയറുന്നതെന്ന് ചോദിക്കാൻ പോലും ആയിട്ടിന് തോന്നുന്നുണ്ടായില്ല. ഇൻട്രോവേർട്ടാന്ന് തോന്നുന്ന ഗൈസ്. ഒന്നും മിണ്ടാണ്ട് നമ്മൾ പറഞ്ഞെടുത്ത് കൊണ്ടാക്കി. നമുക്ക് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഗൈസ്. പിന്നെ കാര്യം നിങ്ങൾ എൻ്റെ അടുത്ത് കമന്റിൽ ചോദിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ബാംഗ്ലൂർ എന്താ സെറ്റിലായ, അവിടെ എന്താ ജോബ്, എന്താ ചെയ്യുന്നതെന്നെല്ലാം കമന്റ് ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. കമന്റിന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നതിനും കാട്ടിയും നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ലൈവ് എന്താ വരാത്തതെന്ന്? അന്നൊരിക്കൽ ലൈവിൽ വന്നപ്പോൾ, അതായത് ലാസ്റ്റ് ലൈവിൽ വന്നപ്പോൾ ഒരു ബാഡ് കമന്റ് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഡ്രസ്സ് താത്തി കാണിക്കുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ബോൾഡാന്നെല്ലാം പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ കമന്റെല്ലാം കാണുമ്പോൾ ഇങ്ങനെ വെറുപ്പാവും. ഞാൻ പിന്നെ ഹെൽനോസ് പാട്ട് ഇരുന്ന് ചീത്ത വിളിക്കുന്ന പോലെ അങ്ങ് ചീത്ത വിളിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ലൈവിൽ വരാത്തത് കേട്ടോ. ലൈവിന്റെ കാര്യം എന്തായാലും അവിടെ പെൻഡിങ്ങിൽ ഇരിക്കട്ടെ. ഞാൻ ഇവിടുത്തെ ബ്ലോക്കിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കട്ടെ ഗൈസ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തിരക്കിട്ട് പോകാൻ ഇറങ്ങുമായിരിക്കും ഈ പണ്ടാര സിഗ്നലിൽ ഒടുക്കത്ത് നിർത്തിക്കും. ചില ടൈമെല്ലാം നല്ല പ്രാന്തളക്കും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഗൈസ്. ഫൈന് നമ്മൾ തന്നെ അടക്കണമല്ലോ. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സെയിൽ തുടങ്ങുന്നതിന് മുമ്പേ ആണ് നമ്മൾ പോയത് കേട്ടോ. ഇതിപ്പോ സംഭവം ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നാളെ നമ്മൾ വണ്ടർലയിൽ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഫോണിൽ തീരെ സ്പേസ് ഇല്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് സ്പേസ് ആക്കി എടുക്കണ്ടേ. ഇതെല്ലാം അങ്ങനെ വെറുതെ ഡിലീറ്റ് ആകാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വെച്ചെന്നാ പിന്നെ ശരി, ഇന്നിരുന്ന് എഡിറ്റ് ആക്കിയിട്ട് ഈ വ്ളോഗെല്ലാം അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വണ്ടർലയിൽ പോകാൻ വേണ്ടിയിട്ട് സ്പേസ് എല്ലാം ആക്കി വെക്കാം ഫോണിന്. തണുപ്പ് പിടിച്ച് അലാക്കായിട്ട് മൂക്കുന്ന മുകളിലേക്ക് ശ്വാസം വലിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. എന്നാലും എന്റെ കുന്തളിപ്പിന് നമ്മൾ വണ്ടർലയിലാക്കാന്ന് പോകുന്നത് കേട്ടോ. ഇനി തിരിച്ചു വരുമ്പോ എന്റെ ജീവൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കൈസ്, തണുപ്പെല്ലാം പിടിച്ചിട്ട്. എന്തായാലും നാളെ പോയിട്ട് വന്നിട്ട് വൈകാണ്ട് തന്നെ ഞാൻ അതിന്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാനത് നിങ്ങൾക്ക് ഡ്രസ്സിന്റെ കളക്ഷൻ കാണിച്ചിരുന്നില്ല കേട്ടോ. ജാവിനെ പരുതുന്നതാണ്. ഇതുപോലത്തെ ഓരോ ഡ്രസ്സിന്റെ അടിയിൽ പോയിട്ട് അവനെ ഒളിച്ച് നിൽക്കലാന്ന് അവന്റെ പണി. അവസാനം കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് ഇത്. കുരുത്തക്കേട് എന്നെല്ലാം പറഞ്ഞായില്ല, അങ്ങനത്തെ കുരുത്തക്കേട് ഉണ്ട് ഗൈസ്. ഇവനെ ഇങ്ങനെ ഓടണം, അവൻ ഇങ്ങനെ കളിക്കണം. ഒന്നാമത് അവന് പുറത്തടിയും കളിക്കാൻ പോകുന്നില്ല. ഒന്നാമത് ഇവരെല്ലാം വന്ന സന്തോഷം. പിന്നെ ഓരോ കുപ്പായത്തിനിടയിൽ പോയി ഒളിച്ച് വെക്കുക, നമ്മൾ അവനെ കണ്ടുപിടിക്കുക. ഇത് തന്നെയാണ് അടുത്ത പണി. ഞാൻ അന്നൊരു ഗാലക്സി ബസ്സിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, ആ ഒരു ബസ്സിൽ തന്നെയാണ് കേട്ടോ ഇവരെല്ലാവരും തിരിച്ചു പോകുന്നത്. ദീപേച്ചിയും ഞാനും പോകുന്നില്ല, അമ്മൂച്ചിയും ഇവർ 3 പിള്ളേരുമാണ് പോകുന്നത് കേട്ടോ. സത്യം പറഞ്ഞില്ല, പിള്ളേർ പോകാൻ നിൽക്കുമ്പോൾ നല്ല സങ്കടമാകുന്നുണ്ടായിന്. കാരണം 5 ദിവസവും ഞാൻ ഇവരൊന്ന് ചെന്നെയാണുണ്ടായത്. ശ്രീനെ രാവിലെ കൊണ്ടാക്കും, രാത്രി കൂട്ടാൻ വരും. ബാക്കിയുള്ള ടൈം മൊത്തം ഞാൻ ഏച്ചിമാരെയും പിള്ളേരൊപ്പരാണ് ഉണ്ടായത് ഗൈസ്. അങ്ങനെ എൻ്റെ 5 ദിവസത്തെ തെണ്ടലിനൊരു അവസാനം ഉണ്ടായിരിക്കുകയാണ്. എല്ലാവരും പോകുന്നതാണ്. ഞാനും ദീപേച്ചിയും ഒഴികെ ബാക്കി എല്ലാവരും പോവുകയാണ് ഗൈസ്. കണ്ണ ബായ് പറ.
അവരെ ബസ് കയറ്റാൻ നമ്മളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ശ്രീ ഉണ്ടായിട്ടില്ല. ഞാനും ദീപേച്ചിയും കൂടിയിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ നല്ല വിഷമാവുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം പിള്ളേരൊപ്പരം തന്നെയല്ലേ നടന്നത്. ഇനിയിപ്പോൾ പോയിക്കന്നെ നമ്മൾ ഒറ്റക്കാവൂലേ എന്നുള്ളൊരിത്. പിന്നെ കിങ്ങൂസ് ഭയങ്കര കരച്ചിലായിരുന്നു. കാശിയും കണ്ടന് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല, കാരണം അമ്മൂച്ചി അവരൊപ്പരം പോകുന്നുണ്ടല്ലേ. പിന്നെ ജാവിനെ മിസ് ചെയ്യുന്നുള്ളതേനു അവരെ രണ്ടാളെയും പ്രശ്നം ഉണ്ടായത്. ജാവിക്കാണെങ്കിൽ ഇവർ പോകുന്നതൊന്നും തിരിഞ്ഞിട്ടില്ല. പെട്ടെന്നുണ്ട് ബസ് വരുന്നു, ബസ്സിൽ ഇവരെല്ലാവരും കയറി പോകുന്നു. പിന്നെ അവനൊരു കരയാൻ തുടങ്ങി. ഇവരെല്ലാം പോകുന്നതെന്നുള്ളൊരു ഇതായപ്പോൾ പിന്നെ ഒറ്റക്കായില്ലേ എന്നെല്ലാം തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഭയങ്കര കരച്ചിലേനു അവൻ. ജാവിക്ക് ഈ ഒരു ബസ്സിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്, കാരണം ഇതിൽ പോയി കഴിഞ്ഞാൽ നേരെ അവൻ്റെ അച്ഛനും അമ്മമ്മൻ്റെ അടുത്താണ് എത്തുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു അവന്. അതുകൊണ്ട് ഈ ബസ് കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ പറയും, അമ്മ നമുക്ക് ബസ്സിൽ പോയാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ബസ്സിൽ കയറാനും കഴിയുന്നില്ല, അവരും പോകുന്നു. അങ്ങനെ ഫുൾ സാവി സാഡായിരുന്നു ഗൈസ്. ഒരുവിധം എങ്ങനെയല്ലോ സാവിനെ സമാധാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും വണ്ടർലയിൽ എത്തിയിട്ടുള്ള ആർത്ത വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, ടാറ്റാ.